ശ്രീ ജോസ് കുട്ടി, അങ്ങ് പറഞ്ഞു സകല അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ടാണ് US ഇപ്പോൾ ആക്രമിച്ചതെന്ന്. സകല അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചെന്നുള്ളതാണ്. അങ്ങയുടെ മുന്നിൽ ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളൊന്നും ഇല്ലായിരുന്നോ? അങ്ങയുടെ മുന്നിൽ അവർ ഫണ്ട് ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലേ ശ്രീ ജോസ് കുട്ടി? അന്താരാഷ്ട്ര ബന്ധത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുമ്പോൾ മാത്രമേ ലംഘിച്ചുള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പഠിപ്പിക്കാം. ഈ കാര്യത്തിൽ പഠിപ്പിക്കാം. ലോകത്ത് അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ഇത് ലംഘിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ പേര് അങ്ങേക്ക് പറയാമോ? ഞാൻ പറഞ്ഞത് എന്താണ്? ഇറാൻ നടത്തിയത്, അമേരിക്ക നടത്തിയത് നിയമലംഘനമാണ്, ഇസ്രായേൽ നടത്തിയത് നിയമലംഘനമാണ്. അതുപോലെ എത്രയോ നിയമലംഘനങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. കേൾക്കൂ, പറഞ്ഞുതരാം. ലോക ചരിത്രമെടുത്താൽ ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടത്തുന്നത് വൻ ശക്തികളാണ്. അവർ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കും. ആരാണ് UN ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചത് ആരാണ്? അമേരിക്കയല്ലേ? അതിനംഗമായിട്ടുള്ളത് നമ്മൾ ഉൾപ്പെടെയില്ലേ? എത്രയോ പ്രാവശ്യം അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഇറാൻ നടത്തിയിരിക്കുന്ന നിയമലംഘനമാണ്. എന്തുകൊണ്ട്? അവർ NPT ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യമായിരിക്കുന്നത് കൊണ്ട് അത് നിയമലംഘനമാണ്. എനിക്കിവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സൈഡ് ചേർന്ന് ഈ വിഷയത്തെ വിശകലനം ചെയ്യാനും പറയാനും അല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് റിയലിസ്റ്റിക്കായിട്ട് അവലോകനം ചെയ്യാനാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അതാണ് പറയുന്നത്. ഈ രാജ്യങ്ങൾ നിയമലംഘനം നടത്തുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളും നടത്തുന്നുണ്ട്. അവർക്ക് സൗകര്യം വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമം ലംഘിക്കും. എല്ലാ രാജ്യങ്ങളും അത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ അമേരിക്കയുടെ സൈഡോ ഇറാൻ്റെ സൈഡോ ചേർന്ന് പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിയമലംഘനം അവർ നടത്തിയിട്ടുണ്ട്, ഇറാൻ നടത്തിയിട്ടുണ്ട്, ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്, ഹമാസ് നടത്തിയിട്ടുണ്ട്, എല്ലാവരും നടത്തിയിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രാജ്യാന്തര ബന്ധങ്ങളുടെ സ്വഭാവം അറിയാതെ നമ്മൾ സംസാരിക്കുന്നുണ്ടതാണ്. രാജ്യങ്ങൾ എന്താണ് രാജ്യാന്തര ബന്ധങ്ങളിൽ ചെയ്യുന്നത്? സ്വന്തം താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും അവർ സ്വീകരിക്കും. ചിലപ്പം അവർ സ്വീകരിക്കുന്ന നിയമപാലനമായിരിക്കും. ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കും. അത് ഗുണപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിയമം ലംഘിച്ചുകൊണ്ട് അത് പാലിക്കും. ഇതാണ് ഈ രാജ്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അതാണ് ഒരു ചോദ്യം കൂടി കേട്ടിട്ട്, ഇത് നിയമലംഘനം മാത്രമാണ് ഇതിലെ പ്രശ്നം നേരെ പറഞ്ഞത്. നിയമലംഘനം ഈ വിഷയത്തിൽ ഇറാൻ ചെയ്ത അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തുള്ള എററുകളിൽ ഒരെണ്ണം മാത്രമാണ്. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിങ്ങൾ മറച്ചു വെക്കുന്നു? അതെന്താ നിങ്ങൾ അതിനെ കുറിച്ച് പറയാത്തത്? ആരിഫ് കേൾക്ക്. എന്നോട് ചോദിച്ചത് നിയമലംഘനമാണോ എന്ന്. അതിന് ഞാൻ പറഞ്ഞു നിയമലംഘനം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ. ചിലപ്പോൾ നിയമം പാലിക്കും, അവർക്ക് സൗകര്യവും ഗുണകരവുമാണെങ്കിൽ. അതല്ലേ സത്യം? അതുകൊണ്ട് നിയമലംഘനം നടത്തിയെന്ന് ചോദിച്ചാൽ നിയമലംഘനം നടത്തി. നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാലിക്കുന്നുണ്ട്. അവനവൻ്റെ സൗകര്യപ്രകാരം പാലിക്കുകയും ലംഘിക്കുകയും ചെയ്യുന്നതാണ് നിയമം. പ്രത്യേകിച്ചും രാജ്യാന്തര ബന്ധത്തിൽ. ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നമ്മുടെ രാജ്യത്തെ കൂടുതൽ നിയമപാലനമാണ് നടക്കുന്നത്, നിയമലംഘനവും നടക്കുന്നുണ്ട്. ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണമായിട്ടാണ് ഞാൻ കാണുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതും. അത് മാത്രമാണ് പറഞ്ഞത്. ഞാനിവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ന്യായീകരിക്കാനോ മനസ്സിലാക്കി. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ ജോസ് കുട്ടി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇതിനൊരു മറുപടി. ഇത് സർവ്വ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇസ്രയേലും പിന്നെ US നടത്തിയ സൈനിക ഇടപെടലും അധിനിവേശവും ആണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ നമ്മളൊരു വൺ സൈഡഡ് ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്ക് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ സത്യത്തിൽ അങ്ങനെ അല്ല നമ്മളതിനെ കാണേണ്ടത്. വളരെ കൃത്യമായിട്ട് രണ്ട് പക്ഷത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന നിയമലംഘനങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഏതിനാണ് എന്നുള്ളതുമാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 2008 മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഛത്രപതി ശിവാജി ടെർമിനൽസിൽ വന്ന് ആക്രമിക്കുന്ന നമ്മുടെ ഈ അജ്മൽ കസബിനെതിരെ നമ്മൾ ചുമത്തിയിരിക്കുന്ന നിയമലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ കയറി എന്നതുവരെയുണ്ട്. എന്ന് പറഞ്ഞ് നമ്മൾ അതാണ് അങ്ങേര് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചാൽ അത് ചരിത്രത്തിനോടുള്ള, അവിടെ നടന്നിരിക്കുന്ന യാഥാർത്ഥ്യത്തിനോടുള്ള അനീതിയായിരിക്കും. അപ്പൊ നമ്മളിതിൽ കാണേണ്ടത് ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ഏതാണ്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇറാന്റെ ആ ന്യൂക്ലിയർ പ്രോഗ്രാം എത്രത്തോളം വിപത്ത് ലോകത്തിനുണ്ടാക്കും, പ്രത്യേകിച്ച് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. ഇതെല്ലാം ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു നിയമലംഘനം, അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ നമ്മൾ ന്യായീകരിക്കുന്നത് എന്തിന്റെ പേരില്ല? പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആയതുകൊണ്ടല്ലേ.
അതല്ല എങ്കിൽ ഇതേ ന്യായം നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നോക്കൂ, പാകിസ്ഥാനിൽ വളരെ സമാധാനപരമായി പ്രവർത്തിച്ചു വരികയായിരുന്ന 9 തീവ്രവാദ കേന്ദ്രങ്ങൾ, അവരാരും തന്നെ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണവും നടത്തിയില്ല. പാവങ്ങൾ തീവ്രവാദ ട്രെയിനിങ് കഴിഞ്ഞിട്ട് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് രാത്രിയിൽ ഇന്ത്യ അവരുടെ എയർ സ്പേസ് ബ്രേച്ച് ചെയ്ത് പോയി അവരെ നശിപ്പിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. നമ്മൾ പേപ്പറിൽ ഡോക്യുമെന്റ് എടുത്ത് കാണിക്കാനാണെങ്കിൽ ഈ ആൾക്കാരിൽ ആരെങ്കിലും ഇന്ത്യക്കെതിരെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഈ കൊല്ലപ്പെട്ടു പോയിരിക്കുന്നതിൽ വളരെ കുറച്ച് പേരല്ലേ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ളൂ. മറ്റുള്ള ആൾക്കാരെല്ലാം നാളെ ഒരു ത്രട്ടിന് വേണ്ടിയിട്ട് ഇവരെ വിരിയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെ ഇല്ലാതാക്കുന്നതിനാണ് നമ്മൾ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ആ രാജ്യത്തിന്റെ എക്സിസ്റ്റൻസിന് ഒരു ത്രട്ട് ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അവർ എംപവേർഡ് ആണ്. ആ കാര്യം അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഒരു ആളിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് 80 കിലോമീറ്റർ മുകളിൽ സ്പീഡിൽ ഓടിച്ചതിന് ശേഷം ഒരു സ്പീഡ് ടിക്കറ്റ് കിട്ടിയെന്നിരിക്കും. നിനക്ക് ആ സ്പീഡ് ടിക്കറ്റ് കിട്ടിയില്ലേ എന്ന് അയാളോട് പറയുന്നതിനേക്കാൾ അയാൾ ലോകത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, അയാളുടെ കുടുംബത്തിന് ചെയ്തിരിക്കുന്ന ഗ്രേറ്റർ ഗുഡ് ഏതാണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ശ്രീ ഹസ്കർ ഇവിടെ ഹമാസിനെ INA-യുമായിട്ട് താരതമ്യപ്പെടുത്തി. ശ്രീ ഹസ്കറിനെ അറിയാമായിരിക്കും, കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും INA-യെ കുറിച്ചിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് നടത്തുന്ന ഒരു ടീം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റലി തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാൾ അത് ചെയ്യുന്നതിന് എനിക്ക് വലിയ അതിശയം അതിൽ തോന്നുന്നുമില്ല. സ്വാതന്ത്ര്യ സമര കാലത്ത് നേതാജിയെ ടോജോയുടെ പട്ടി എന്നടക്കം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളാണ് ശ്രമിച്ചിരുന്നത് എന്നും അദ്ദേഹം പട്ടിണി പാവങ്ങളായിട്ടുള്ള ഇന്ത്യക്കാരുടെ മേലേക്ക് വന്നു വീണിരിക്കുന്ന അണുബോംബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർട്ടൂണുകൾ ഇറക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, INA പ്രവർത്തിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിനെ അടിച്ചമർത്തി കോളനിവൽക്കരിച്ചിരുന്ന ആൾക്കാർക്കെതിരെയാണ് INA-യുടെ പോരാട്ടം ഉണ്ടായത്. ഇപ്പോ ഹമാസിനെ കോളനിവൽക്കരിച്ചിട്ട് അല്ലെങ്കിൽ പാലസ്തീനെ കോളനിവൽക്കരിച്ചിട്ടല്ല അവിടെ ഇസ്രായേലിന്റെ ഭരണം നടക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ വ്യത്യാസം. 2, ബ്രിട്ടനെ ഇല്ലായ്മ ചെയ്യും എന്നൊരു പദ്ധതി ഒരു കാലത്തും INA-ക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ കോളനിവൽക്കരണത്തിനെ എതിർക്കും, അതില്ലാതാക്കും എന്നുള്ളതാണ്. എന്നാൽ ഹമാസിന്റെ ചാർട്ടറിൽ പറയുന്നത് ഇസ്രായേലിനെ ഇല്ലാതെയാക്കാനായിട്ട് അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. INA എന്ന് പറയുന്നത് വളരെ കൺവെൻഷണൽ ആയിട്ട് മറ്റേതൊരു രാജ്യത്തിനും ഉള്ളതുപോലെ തന്നെയുള്ള ഒരു ആർമി സ്ട്രക്ചറാണ്. മറിച്ച് ഹമാസിന് ആർമി സ്ട്രക്ചർ അല്ല. അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂയിസൈഡ് ബോംബിങ്സും രഹസ്യമായിട്ടുള്ള ആക്രമണവുമാണ്. ഒരിക്കലും INA നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടില്ല, ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ബന്ദിയാക്കി വിലപേശിയിട്ടില്ല. ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ഹമാസ്. ഈ INA ഒരിക്കലും ഒരു തരത്തിലുമുള്ള സിവിലിയൻ അറ്റാക്കിന് പോയിട്ടില്ല. ബ്രിട്ടീഷ് മിലിറ്ററിയെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ജപ്പാനോട് ചേർന്നുകൊണ്ട് അവര് ഇംഫാലിലും കൊഹിമയിലും നടത്തിയിരിക്കുന്ന ഏറ്റവും സാഹസികമായിട്ടുള്ള പോരാട്ടത്തിനെ പിൽക്കാലത്ത് ലോകത്ത് തന്നെയുള്ള സെലക്ടഡ് ആയിട്ടുള്ള 50 ഹിസ്റ്റോറിയൻസ് ബ്രിട്ടൻ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള യുദ്ധങ്ങൾ എന്നാണ് ബാറ്റിൽസ് ഓഫ് ഇംഫാൽ ആൻഡ് കൊഹിമയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. തീവ്രവാദി ആക്രമണത്തിനെ ന്യൂട്രലൈസ് ചെയ്യാനെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇവർ ചെയ്തിരിക്കുന്നത് എന്താണ്? എല്ലാ സമയത്തും സിവിലിയൻ കേന്ദ്രങ്ങളെ, സിവിലിയൻ ഷീൽഡുകളെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിനാണ് ഹമാസ് ശ്രമിക്കുന്നത്. ഈ ആൾക്കാർ, അതായത് INA-യോടൊപ്പം നിന്നിരുന്ന ആൾക്കാരും അവരെ എതിർത്തിരുന്ന ആൾക്കാരും INA-ക്കാരെ കണ്ടിരുന്നത് സൈനികർ എന്ന നിലയ്ക്കാണ്. അതല്ലാതെ ഒരു തരത്തിലും അവരെ കണ്ടിരിക്കുന്നതോ അവരുടെ ട്രയൽ പ്രോസസ്സിൽ പിന്നീട് നടന്നിരിക്കുന്ന വിചാരണയിലോ ഇവരാരെങ്കിലും തീവ്രവാദിയാണ് എന്നോ INA ഒരു തീവ്രവാദ സംഘടനയാണെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. ചരിത്രകാരന്മാർ ഉൾപ്പെടെ എല്ലായ്പ്പോഴും അറ്റ്മോസ്റ്റ് ബഹുമാനത്തോടു കൂടി ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വളരെയധികം ചരിത്രകാരന്മാർ, സാങ്കേതിക വിദേശകാര്യ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ടെററിസ്റ്റ് എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ പോസ്റ്റ് വാർ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിവിലിയൻ സ്ട്രക്ചർ, ഒരു ഗവൺമെന്റ് ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ആസാദ് ഹിന്ദ് ഗവൺമെന്റ് നയിച്ചിരുന്ന അതിന്റെ മിലിറ്ററി വേർഷനാണ് INA. മറിച്ച് ഗാസയിൽ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയും അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ആ ഭരണം നടത്തിയിരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഏറ്റവും അവസാനം ഒരു പോയിന്റ് കൂടി പറയാം. ഒരൊറ്റ ഇന്ത്യക്കാരും, ഈ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഒരൊറ്റ ഇന്ത്യക്കാരും ആത്മാഭിമാനമുള്ള ഒരാളും INA-യോ സുഭാഷ് ചന്ദ്രബോസിനെയോ ആസാദ് ഹിന്ദ് ഗവൺമെന്റിനെയോ തള്ളിപ്പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മൾ കണ്ടതാണ്, ഈ പണ്ടാരം പിടിച്ചവന്മാരൊന്ന് ചത്തു തുളഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെടിവെച്ച് ജീവൻ പോയാൽ പൊക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഹമാസിനെതിരെ പ്രതിഷേധം നടത്തുന്ന പാവപ്പെട്ടവരായിട്ടുള്ള പാലസ്തീനികളെ കണ്ടതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കളുടെ പൂർവികരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരുന്ന അബദ്ധം, ആ തെറ്റ്, ആ വലിയ തിന്മ താങ്കൾ ചെയ്യരുത് എന്നാണ് എനിക്ക് ശ്രീ ഹസ്കറിനോടുള്ള ഒരു വിനീതമായിട്ടുള്ള അപേക്ഷ. INA എന്ന് പറയുന്നത് ദേശസ്നേഹികളുടെ ഒരു സംഘമായിരുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നു. അത് ഒരിക്കലും തീവ്രവാദ സംഘടനയല്ല.